നിങ്ങൾക്കറിയാമോ, ഈ അപൂർവമായ പെർഫ്യൂം ചേരുവ ഒരു മൃഗത്തിന്റെ ശരീരത്തിൽ നിന്നാണ് വരുന്നത്. ഇതിനെ കസ്തൂരി എന്നും മസ്ക് എന്നും വിളിക്കുന്നു. പ്രകൃതിദത്തമായ മസ്ക് ഒരിക്കൽ സ്വർണത്തിന്റെ തൂക്കത്തിന് തുല്യമായ വിലയുള്ളതായിരുന്നു. ഇത് പുരുഷ മസ്ക് മാനിന്റെ മസ്ക് ഗ്രന്ഥിയിൽ നിന്ന് എടുക്കുന്നതാണ്. പക്ഷേ ഇതാ ഒരു ട്വിസ്റ്റ്. മസ്ക് മാനുകൾ യഥാർത്ഥ മാനുകളല്ല. അവയ്ക്ക് നായയുടെ പോലുള്ള കോമ്പുകൾ, കെനൈൻ ടസ്ക്സ് ഉണ്ട്. പുരുഷ മസ്ക് മാനുകൾ തങ്ങളുടെ പ്രദേശം അടയാളപ്പെടുത്താനും ഇണകളെ ആകർഷിക്കാനും മസ്ക് ഉപയോഗിക്കുന്നു. നൂറ്റാണ്ടുകളായി ഇത് പെർഫ്യൂമുകളിലും പരമ്പരാഗത വൈദ്യത്തിലും വിലമതിച്ചിരുന്നു. പക്ഷേ ഈ വിലയേറിയ വസ്തുവിനായുള്ള അമിത വേട്ടയാടൽ മസ്ക് മാനുകളെ വംശനാശത്തിന്റെ വക്കിലെത്തിച്ചു. ഇന്ന് യഥാർത്ഥ കസ്തൂരി അത്യന്തം അപൂർവമാണ്. പെർഫ്യൂമുകളിൽ ഭൂരിഭാഗവും സിന്തറ്റിക് മസ്ക് ഉപയോഗിച്ച് മാറ്റി സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. അടുത്ത തവണ നിങ്ങൾ ഒരു ലക്ഷറി സുഗന്ധം മണക്കുമ്പോൾ ഓർക്കുക, ഇതെല്ലാം തുടങ്ങിയത് ഒരു ലജ്ജാശീലനായ മാനിന്റെ ഉള്ളിലുള്ള ചെറിയ ഒരു ഗ്രന്ഥിയിൽ നിന്നാണ്.